ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഭഗവത് സംബന്ധമായും ജീവിത സംബന്ധമായും അനവധി കാര്യങ്ങൾ പല യൂട്യൂബുകളിലായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഭഗവത് കാര്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അതുമെല്ലാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഭഗവത് കാര്യങ്ങൾ. ഹിന്ദുമതത്തിലുള്ള ഏറ്റവും പ്രായോഗികത തന്നെ അതാണ്. നമ്മൾ കഴിക്കുന്ന തീർത്ഥമായാലും പ്രസാദമായാലും ആചമനങ്ങളായാലും ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും അതെല്ലാം ശാസ്ത്രീയമായിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു കഥയിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആമോദിരം എന്ന് പറയുന്ന കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത തലമുറകൾക്ക് കേൾക്കാത്തവരാണെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഇത് വിസ്തരിക്കുന്നത്. ആമോദിരം എന്ന് പറയുന്ന കഥ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്നൊരു കഥയാണത്. ഈ കഥയുടെ വലിയൊരു സന്ദേശമുണ്ട്. ഈ കഥയല്ല, കഥയുടെ സന്ദേശത്തിനെയാണ് നമ്മൾ എടുക്കുന്നത്. അത് ഗുരുവായൂരിലാണെങ്കിൽ അനവധി കഥകൾ, അനുഭവ കഥകൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് ഗുരുവായൂരമ്പലം, ഗുരുവായൂർ പരിസരം. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഹൃദ്യമായ അനുഭവവേദ്യമായ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അതിലൊരു കഥയാണ് 400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വലിയൊരു കഥയാണ് ആമോദിരം എന്ന് പറയുന്ന കഥ. ഈ കഥ ആരെ സംബന്ധിച്ചാണ് എന്നുള്ളതാണെങ്കിൽ, നമ്മളെ ചുണ്ടിൽ എന്നും തത്തിക്കളിക്കുന്ന ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് പാടിയ പൂന്താനമില്ലത്തെ ആ നമ്പൂതിരി, ആ പരമഭക്തനായ ഉത്തമഭക്തനായ ആ ഗുരുവായൂരപ്പന്റെ ഉത്തമഭക്തനായ ആ പൂന്താനൻ നമ്പൂതിരിയുടെ കഥ. എത്രയോ വർഷം മുമ്പ്, അന്ന് വാഹന സൗകര്യങ്ങളില്ല, റോഡുകളില്ല, കാടും പടലവും പിടിച്ച് കിടന്ന സ്ഥലത്ത് കൂടെ നടന്നിട്ട് വേണം ഗുരുവായൂരിലെത്താൻ. ഗുരുവായൂരിലാണെങ്കിൽ യാതൊരു സൗകര്യങ്ങളും വന്ന് ഒരുങ്ങിയിട്ടില്ല. വളരെ കുറച്ചു പേർ മാത്രം വന്നു തൊഴുന്ന ഒരു സ്ഥലം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആ ഉത്തമ ഭക്തനായ അദ്ദേഹം എല്ലാ മാസവും വന്ന് തൊഴണമെന്ന് തീരുമാനിച്ചു. കാൽനടയായിട്ട്, വാഹന സൗകര്യങ്ങളില്ല. അങ്ങനെ കാൽനടയായിട്ട് വരണം എന്ന് തീരുമാനിച്ച പൂന്താനം എന്തായാലും വിദ്യ കണ്ടെത്രയോ, ഗുരുവായൂരപ്പനെ തൊഴാൻ ഭക്തജനങ്ങൾക്ക്, ദൂരെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളുക. ദൂരെ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് 2 മാസത്തെ തൊഴൽ ഒരുമിച്ച് കഴിക്കാവുന്ന ഒരു സമ്പ്രദായമുണ്ട്, തിങ്കൾ ഭജനം. ഈ തിങ്കൾ ഭജനമാണ് ഇന്നത്തെ കഥയുടെ ആധാരം. തിങ്കൾ ഭജനം എങ്ങനെയായിട്ട് വളരെ എളുപ്പമാണ്. ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസവും വരിക, അന്ന് തൊഴുത് ഇവിടെ താമസിക്കുക, പിറ്റേ ദിവസം വന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോവുക. അങ്ങനെ 2 ദിവസത്തെ തൊഴൽ കൊണ്ട് ഒരു യാത്രയിൽ 2 ദിവസത്തെ തൊഴൽ ഒരുമിച്ച് കഴിക്കുന്നതാണ്, 2 മാസത്തെ തൊഴൽ ഒരുമിച്ച് കഴിക്കലാണ് തിങ്കൾ ഭജനം. അത്ര വലിയ ധനസ്ഥിതിയൊന്നുമില്ലാത്ത പൂന്താനം, ഒരു വാഹനം പോലും സ്വന്തമായിട്ടില്ല, ഇല്ലല്ലോ വാഹനങ്ങൾ. അദ്ദേഹം നടന്ന് കാൽനടയായിട്ട് കാലത്ത് നേരത്തെ പുറപ്പെട്ട് ഗുരുവായൂർ എത്തണ്ടേ. കഷ്ടി 50 കിലോമീറ്റർ 60 കിലോമീറ്റർ ഉണ്ട്. അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ ദേശത്താണ് അങ്ങാടിപ്പുറം പ്രസിദ്ധമായ തിരുമാന്താംകുന്ന് അമ്മയുടെ ക്ഷേത്രം. അതിൻ്റെ അടുത്താണ് പൂന്താനത്തിന്റെ എല്ലാം. ഇന്നവിടെ പൂന്താനം ക്ഷേത്രമുണ്ട്, അദ്ദേഹം ആരാധിച്ച സ്ഥലമുണ്ട്, അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് കയറിപ്പോയ സ്ഥലം ഇന്നവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പൂന്താനം കാലത്ത് എഴുന്നേറ്റ് പുറപ്പെട്ട് നടന്ന് നാമം ചൊല്ലി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എങ്ങനെയാണോ അക്രൂരൻ പുറപ്പെട്ടിട്ട് ആ വൃന്ദാവനത്തിലെത്തിയത്, അതുപോലെ അക്രൂര സദൃശനായ ആ പൂന്താനം അവിടെ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് പട്ടാമ്പി അങ്ങനെ എത്തി കുറച്ചിങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ സമയത്ത് കാട് നിറഞ്ഞ സ്ഥലം, സന്ധ്യയായ സമയം, ഉള്ളിൽ ചെറിയൊരു ഭയം എന്ന് പറയാൻ വയ്യ. ഇരുട്ടാണ്, കൂരി ഇരുട്ടാണ്. നടന്നു പോകേണ്ട വഴി ഇങ്ങനെ സ്ഥിരം നടക്കുന്നതുകൊണ്ട് വഴി അറിയാമല്ലോ. അങ്ങനെ നടന്നു പോകുമ്പോൾ ഏത് ഭക്തനും അനവധി വെല്ലുവിളികളെ, പ്രതികൂല അവസ്ഥകളെ നേരിടേണ്ടി വരും. ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് തീർച്ചയായും ഒരുപാട് വെല്ലുവിളികളെ നേരിടും. എന്തിനാണെന്നറിയോ? ഭഗവാൻ തരുന്നതാണ് ഈ പ്രതിസന്ധികൾ. അതിനെ ഭഗവത് ഭജനം കൊണ്ട് നിനക്ക് നേരിടുക്കാം.
നേടിയെടുക്കാം, തരണം ചെയ്യാം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പൂന്താനത്തിന് നേരിടേണ്ടി വന്നു വലിയൊരു കഥ. ഒരുപാട് തസ്കരന്മാരെ അത് ഓടിയെത്തിക്കൊണ്ട് ആ പൂന്താനത്തിന് അങ്ങനെ വന്ന് പിടിച്ച് അങ്ങടെ ശക്തിയോടുകൂടി അങ്ങോട്ട് പിടിച്ചു വലിയ തുടങ്ങി. പൂന്താനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ആ സാധു ബ്രാഹ്മണനെ വേറെ ഒന്നും അറിയില്ല, നാമം ചെല്ലാൻ മാത്രം അറിയുന്ന ആ സാധു ബ്രാഹ്മണൻ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ പരിഭ്രമിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ കണ്ടൊരു മനോഹരമായ കാഴ്ച. ഗുരുവായൂരപ്പന്റെ പാദം പിടിച്ച് കരയുന്നവരെ പാണി പിടിച്ചവൻ പാലിച്ചിടും എന്ന് പറയുന്ന കാരുണ്യ വത്സലനായ ഭഗവാൻ ഇത് ഗുരുവായൂരിന്ന് കണ്ടു. തന്റെ ഭക്തനായ ആ പൂന്താനത്തിനെ ഇത് ആക്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം തന്നെ ഭഗവാൻ വേഷങ്ങൾ മാറി. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദ് ആത്മാനം സൃജാമ്യഹം എന്ന് പറഞ്ഞ പോലെ സാമൂതിരിപ്പാടിന്റെ രക്ഷകനായ ആ സൈന്യ അധിപനായ മങ്ങാട്ടച്ചനെ പോലെ വേഷം കെട്ടിക്കൊണ്ട് ആ കുതിരയുടെ പുറത്ത് അതിശക്തമായ അതിശീഘ്രമായ അതിവേഗമായ രൂപത്തില് വന്ന് തസ്കരന്റെ ആ സാധനങ്ങൾ തട്ടിപ്പറിക്കാൻ വന്ന കള്ളന്റെ തലയങ്ങ് അറുത്തിട്ട് അവനെ അങ്ങോട്ട് മാറ്റിയിട്ടു. പൂന്താനങ്ങനെ നോക്കി, ആരാ അത്? മങ്ങാട്ടച്ചനോ? എവിടുന്ന ഈ സമയത്ത് മങ്ങാട്ടച്ചനെ വിവരം കിട്ടിയത്? ഞാൻ വരേണ്ടത് ഗുരുവായൂരപ്പന്റെ ഭക്തി, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നല്ലാണ്ട് എന്താ പറയാ, എല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങ് ഗുരുവായൂർ ശ്രീലകത്തിരുന്നിട്ട് ഓർത്തപ്പോഴ് രോമാഞ്ചകഞ്ചുകിതനായി ആ പൂന്താനം. വേഗം എന്തെങ്കിലും വന്ന് സഹായിച്ച ആൾക്ക് കൊടുക്കാണ്ടിരിക്കാൻ പാടും. എത്ര ദൂരെ നിന്നാ വന്ന, കോഴിക്കോട്ട് നിന്നാ വന്നതേ. അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? പൈസയൊന്നും കയ്യിലില്ല കൊടുക്കാൻ. ഭാഗ്യത്തിന് ഇതാ കാണുന്നു, തന്റെ വലത്തെ കയ്യിലെ ആ മോതിര വിരലിൽ കിടക്കുന്ന ആ മോതിരം കണ്ട് പൊട്ടിച്ചിരിച്ചു. എന്തെങ്കിലും ഒന്ന് കൊടുക്കാലോ വേഗം. ആ യാതൊരു മടിയും കൂടാതെ, അതാണ് ഗുരുവായൂരപ്പന്റെ മുമ്പിലുള്ള സമർപ്പണം. യാതൊരു മടിയും കൂടാതെ കാണുന്നതെല്ലാം ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മോതിര വിരലിൽ കിടക്കുന്ന മോതിരം ഊരിയെടുത്തിട്ട് നേരെ ആ മങ്ങാട്ടച്ചന്റെ കയ്യിലാ കൊടുത്തപ്പോ മങ്ങാട്ടച്ചൻ ഒന്ന് ചിരിച്ചു. ഇത് ഞാൻ മേടിച്ചതൊക്കെ മടക്കി കൊടുക്കാറുണ്ടേ, ഞാൻ മേടിച്ചതൊക്കെ ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാറുണ്ട്. അത് പേടിക്കൊന്നും വേണ്ടെന്നുള്ള ചിരിയുടെ അർത്ഥം പൂന്താനത്തിന് മനസ്സിലായില്ല. പൂന്താനം നടന്ന് ഗുരുവായൂരെത്തി ആ തിങ്കൾ ഭജനൊക്കെ വന്ന് അന്നവിടെ രാത്രി താമസിച്ച് പിറ്റേ ദിവസം മേശാന്തി വന്ന് നട തുറന്ന് ആ ആഭരണങ്ങളെല്ലാം മാറ്റി നോക്കിയപ്പോട്ടെ കയ്യും ഒരു മോതിരം കിടക്കണോ ഗുരുവായൂരപ്പന്റെ ആ വിഗ്രഹത്തിന് തിരുവരലിൽ ഇതാ മോതിരം കിടക്കുന്നു. മേശാന്തി പുറത്തേക്ക് ഓടി വന്ന് വിളിച്ചു, മാനേജറെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. ദാ ഒരു മോതിരം കാണുന്നു. ഇന്നലെ ഒരു മോതിരം ഉണ്ടായില്ലോ, മോതിരം ഇട്ട് കൊടുത്തായിരുന്നില്ല, ആരായി മോതിരം ഇട്ട് കൊടുത്തത്? ഉടനെ തന്നെ ഉള്ളിൽ നിന്ന് ആ ശരീരി വന്നു, പേടിക്കണ്ട, ഇത് എന്റെ ഉത്തമ ഭക്തനായ ആ പൂന്താനം എന്ന നമ്പൂതിരി ഞാൻ ചെന്ന് രക്ഷിച്ചപ്പോള് എനിക്ക് സമ്മാനമായി തന്നതാണ് ആ മോതിരം. പൂന്താനം ഇപ്പൊ വരും, വേഗം മോതിരം എടുത്ത് ആ പൂന്താനത്തിന്റെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇതാണ് ഗുരുവായൂരുള്ള സമർപ്പണം. ഭക്തന്മാര് വരുമ്പോ വാലി വലിച്ചെറിയാൻ സ്വർണവും പണവും വലിച്ചെറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആ മോതിരം ഇതുപോലെ ഭക്തജനങ്ങൾ മടി കൂടാതെ ആപത്തുകളും പ്രശ്നങ്ങളും വരുമ്പോൾ ഒരു മടിയും കൂടാതെ കയ്യിലുള്ള എന്തുണ്ടോ അതങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ആ പാദത്തിൽ വീണ രക്ഷിക്കണേ എന്നങ്ങനെ അവൽ ബാന്ധവ രക്ഷിക്കണേ എന്ന് പറഞ്ഞങ്ങനെ രക്ഷിക്കുമ്പോള് ഇതമിഹ ഗുരുതാമായുരാരോഗ്യ സൗഖ്യം, യാതൊരു മടിയും കൂടാതെ തന്നതെല്ലാം തിരിച്ചരുന്ന ആ കരുണാമയനായ ഭഗവാന്റെ പാദത്തിൽ ഈ ആ മോതിരം എന്ന കഥ സമർപ്പിക്കുന്നു.